കേരളം വളരുകയാണോ അതോ തളരുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് അതൊരു ഭൂപ്രദേശമായി തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ സാംസ്കാരികമായി വളരെ ഉന്നതിയുള്ള ആളുകളാണ്. വിദ്യാഭ്യാസപരമായി നല്ല ഉയർച്ചയുള്ള ആളുകളാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ രംഗത്തും കേരളം വളരെ ഉയർന്ന ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ കേരളം ശരിക്കും വളരുകയാണോ അതോ തളരുകയാണോ? കേരളത്തിൻ്റെ പ്രകൃതി വളരെ നല്ലതാണ്, പക്ഷെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മനുഷ്യന്മാർ വളരെ നല്ലതാണ്, പക്ഷേ നമ്മുടെ ചില ആളുകളുടെ ദുഷ്ടലാക്കുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന് പേരുകെട്ട സ്ഥലമാണ്, പക്ഷേ ഇപ്പോൾ മതസൗഹാർദ്ദം തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ കേരളം വളരെ മുന്നിലാണ്, പക്ഷേ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? ആരോഗ്യരംഗം, ഒരുപാട് ആശുപത്രികളും ആരോഗ്യ ആതുര ശുശ്രൂഷ രംഗങ്ങളുമൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിലെ ആളുകൾ രോഗികളായതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ രോഗം വളരെ ശക്തമായി വരുന്നത് കൊണ്ടാണല്ലോ ഇത്രയേറെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികളൊക്കെ ഉണ്ടാകുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹമായിരുന്നുവെങ്കിൽ ഇത്ര ആശുപത്രികളുടെ ആവശ്യമുണ്ടോ? ഭരണരംഗം സത്യസന്ധമാണ്. ജനങ്ങളെ പറ്റിക്കലല്ലേ വാസ്തവത്തിൽ ഭരണം. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവരാകെ ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? അടുത്ത ഭരണം മാത്രമാണ്. കേരളത്തിൻ്റെ പൊതുവായ ഭാവി ഏറ്റവും ശോഭനമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന നേതാക്കൾ നമുക്കുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കേരളം വളരുകയാണോ അതോ തളരുകയാണോ? എന്താണ് യഥാർത്ഥ പ്രതിവിധി? കേരളത്തിന് നല്ല നേതാക്കളില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല നേതാക്കളും ചീത്ത നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും കേരളം എന്ന് പറയുന്ന ഈ നല്ല ഭൂപ്രദേശം, അവിടുത്തെ നല്ല മനുഷ്യന്മാർ, അവരുടെയൊക്കെ ഭാവി കണക്കാക്കിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മയെ പുരോഗതിയെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഉടനെ രാഷ്ട്രീയ നേതാക്കൾ എന്ന് മാത്രം കരുതരുത്. പൊതുസമൂഹത്തിലെ നമ്മുടെ നേതാക്കൾ, വിവിധ ജാതി മതവർഗത്തിനൊക്കെ നേതാക്കളുണ്ട്. അവരൊക്കെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അത്തരം നേതാക്കളുടെ സംഭാഷണങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമൊക്കെ കേരളത്തെ കൂടുതൽ ഛിന്ന ഭിന്നമാക്കുന്ന, ഭൂമിശാസ്ത്രപരമായിട്ടല്ല, മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന, വേർതിരിക്കുന്ന, അകറ്റുന്ന ചില കാഴ്ചപ്പാടുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിന് പറ്റിയ നല്ല നേതാക്കളില്ല. കേരളത്തെ കാണാൻ, കേരളത്തെ കൈപ്പിടിച്ച് നടത്താൻ, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വേവലാതിയുള്ള നല്ല നേതാക്കൾ നമുക്കില്ല. എന്തുകൊണ്ട് നല്ല നേതാക്കൾ ഉണ്ടായില്ല? അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ വാർത്തെടുക്കുന്ന പൗരസമൂഹം അതിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും നേതൃഗുണമില്ലായ്മയും അതിൽ വരുന്ന പ്രോഡക്റ്റുകൾ, പൗരർ അവർക്കുണ്ടാകുന്ന വളരെ ചുരുങ്ങിയ മനസ്സുകൾ, സങ്കുചിത മനസ്സുകൾ, അത് കേരളത്തെ എല്ലാ നിലയിലും നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മനസ്സുകൾ എന്ന് പറഞ്ഞാൽ, ചുരുങ്ങിയ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ, സങ്കുചിത മനസ്സുകൾ എന്ന് പറഞ്ഞാൽ, അതെങ്ങനെയാണ് ഈ പൗരസമൂഹത്തിന് അങ്ങനെ സംഭവിച്ചത്? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? നല്ലപോലെ വിദ്യാഭ്യാസമുണ്ട്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയത്തിലേക്ക് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ള ആളുകളെ വരാൻ പാടുള്ളൂ. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാരായി, ഭരണകർത്താക്കളായി മാറരുത് എന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർ, MLA മാർ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ ഒക്കെ നോക്കൂ.
അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരല്ലേ? തെറ്റ് ചെയ്യുന്നവരിൽ അധികം പേരുമാരാണ് വിദ്യാഭ്യാസമില്ലാത്തവരാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എടുത്ത് നോക്കുക. ഓരോരുത്തർ ഓരോരോ സ്ഥാപനങ്ങൾ നടത്തുന്നവരോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പഞ്ചായത്ത് മെമ്പർ മുതൽ പരിശോധിച്ചാൽ അവരൊക്കെ സമൂഹത്തിൻ്റെ, ആ കൊച്ചു സമൂഹത്തിൻ്റെ ആണെങ്കിൽ അവിടുത്തെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. സത്യസന്ധമായി അവർ ഈ സമൂഹത്തിന് സേവനം ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കേരളം ഇങ്ങനെയായിരിക്കുമോ? മന്ത്രിയുടെ അഴിമതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പഞ്ചായത്ത് മെമ്പർ, മന്ത്രി ലക്ഷക്കണക്കിനാണ് ജനങ്ങളെ പറ്റിച്ചത്, അഴിമതി നടത്തിയത് എന്ന് പഞ്ചായത്ത് മെമ്പർ പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ചെറിയ തോതിലുള്ള അഴിമതിയെ ചെയ്തിട്ടുള്ളൂ. പഞ്ചായത്ത് മെമ്പർ നോട്ടത്തിൽ എൻ്റെ അഴിമതി അത്ര വലിയൊരു സംഭവമല്ല, മറ്റേ മന്ത്രിയുടെ അഴിമതി തരക്കേടില്ല, വലിയ അഴിമതിയാണ്. മന്ത്രി കേന്ദ്രത്തെ നോക്കി പറയുന്നു കേന്ദ്രം ചെയ്ത് ശരിയല്ല. ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നല്ല നേതാക്കൾ ഉണ്ടാകുന്നില്ല? അതിൻ്റെ ചികഞ്ഞ് താഴേക്ക് പോയി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെയാണ്. നമ്മൾ എന്താണ് കേരളത്തിലെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നല്ല ജോലി കിട്ടുക എന്നതാണ്. നല്ല വരുമാനം ഉണ്ടാവുക, സുഖമായി ജീവിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ കോഴ്സ്. മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് എന്താണ്? മകൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ പറ്റിയൊരു കോഴ്സ്. മഹാത്മാഗാന്ധി ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്വഭാവ രൂപവൽക്കരണമായിരിക്കണം എന്നാണ്. സ്വഭാവ രൂപവൽക്കരണത്തിന് ഉതകുന്ന വിദ്യാഭ്യാസമാണോ അതോ വ്യക്തിപരമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല കോഴ്സുകളിൽ ചേരാൻ പറ്റിയ വിദ്യാഭ്യാസമാണോ നമ്മൾ കൊടുക്കുന്നത്? പൗരസമൂഹത്തെ നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസമല്ല ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ജോലി കിട്ടാനുള്ള കോഴ്സുകളും വിദ്യാഭ്യാസവുമാണ്. അവിടെ പോയില്ലേ നമ്മുടെ ധാർമ്മികത, സത്യസന്ധത, അഹിംസാത്മകമായ നമ്മുടെ മനോഭാവം ഒക്കെ തകർത്ത് കളഞ്ഞു. എങ്ങനെയെങ്കിലും മോശമായ വഴിയിലൂടെയാണെങ്കിലും നമുക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം എന്ന വിചാരം മാത്രമാണ് നമ്മളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത്. നമ്മൾ ഒരു ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളോട് ചോദിക്കുകയാണെന്ന് വയ്ക്കുക, നിങ്ങളിൽ എത്ര പേർ ഡോക്ടർമാർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്? മഹാഭൂരിപക്ഷം ആളുകളും കൈപ്പൊക്കിയെന്ന് വരും. പിന്നെ എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവർ കൈപ്പൊക്കാം, വക്കീൽമാരാവാൻ, ജഡ്ജിമാരാവാൻ, പോലീസ് ഉദ്യോഗസ്ഥരാവാൻ, ഇങ്ങനെ എല്ലാ മേഖലയിലേക്കും ആളുകൾ കൈപ്പൊക്കും. നിങ്ങൾ ചോദിക്കുക, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ എത്ര പേര് ഭരണാധികാരികളാകാൻ, മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ആരും കൈപ്പൊക്കില്ല. അത് ചോദിക്കുമ്പോൾ തന്നെ ഒരു ചിരിയുടെ ആരവം ആ ഹാളിൽ മുഴങ്ങും. മന്ത്രിയാവാനാ അയ്യേ എന്ന് വിചാരിക്കും. നമ്മൾ തിരിച്ചവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ മന്ത്രിയാവാൻ ആഗ്രഹിക്കാത്തത്? നമുക്ക് ഭരണാധികാരികൾ വേണ്ടേ? രാജ്യം ഭരിക്കാൻ ഭരണാധികാരികൾ വേണ്ടേ? നിങ്ങളൊക്കെ ഡോക്ടറാവാനും എഞ്ചിനീയറാവാനും കളക്ടറാവാനും പോവുകയാണെങ്കിൽ അതിനൊന്നും പോകാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരല്ലേ രാജ്യം ഭരിക്കാൻ വരിക? അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, പക്ഷെ അവർ ഡിഗ്രിക്ക് എടുത്തുനിന്ന് വരും. അവർക്ക് അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടിയെന്ന് വരും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവർ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം കളയുന്ന, അക്രമങ്ങൾ കാണിക്കുന്ന, ബസ്സിന് കല്ലെടുത്തെറിയുന്ന, അടിപിടി ഉണ്ടാക്കുന്ന, നാട്ടിൽ നാശം വിതയ്ക്കുന്ന കുറേ വിദ്യാർത്ഥികൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് MLA ആകുന്നു, മന്ത്രിയാകുന്നു. ആ മന്ത്രിമാരുടെ കീഴിൽ നേരത്തെ മന്ത്രിയാവാൻ ഇഷ്ടപ്പെടാതെ ആകാൻ പോയ ആളുകൾ കീഴിൽ നിൽക്കേണ്ടി വരുന്നു. മന്ത്രിയായ ആളുടെ മൂല്യബോധം എന്താണ്? അദ്ദേഹത്തിനുള്ള അറിവനുസരിച്ചാണ് അദ്ദേഹം ഭരിക്കുന്നത്. നന്മ ഉണ്ടാകുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന കുറേ ആളുകളാണ് അധികാരത്തിൽ വരുന്നത്.
അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട് രക്ഷപ്പെടുമോ? വാസ്തവത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ വിദ്യാർത്ഥികൾ, അവരിൽ നല്ല നേതൃഗുണമുള്ള ആളുകളെ വാർത്തെടുക്കാൻ കഴിയണം. മൂല്യബോധമുള്ള ആളുകളെ വാർത്തെടുക്കാൻ കഴിയണം. ഗാന്ധിജിയുടെ നാടാണ് ഇന്ത്യ. ഗാന്ധിജി എല്ലാം കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. അതനുസരിച്ച് നമ്മൾ പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്വഭാവ രൂപവൽക്കരണം, നല്ല മാന്യമായ സ്വഭാവം, മറ്റുള്ളവൻ്റെ വേദന അറിയുന്ന, അവരൻ്റെ വേദന അറിയുന്ന, സഹജീവികളുടെ വേദന അറിയുന്ന, സഹജീവികൾക്ക് വേണ്ടി ജീവിക്കാനുള്ള മനസ്സുള്ള നല്ല നേതാക്കളെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് എല്ലാവരും മന്ത്രിയാവുക എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ ജോലി സ്ഥലത്തായാലും ഏത് മേഖലയിലേക്ക് പോകുന്ന ആളായാലും അവിടെ നല്ല നേതൃ മനോഭാവം, മറ്റുള്ളവനെ സഹായിക്കാനുള്ള മനോഭാവം. പോകുന്ന വഴിയിൽ ഒരു അപകടമുണ്ടായത് കണ്ടാൽ ആളുകൾ പകച്ചു നിൽക്കുമ്പോൾ നല്ല നേതൃഗുണമുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആക്റ്റീവായി അദ്ദേഹത്തിൻ്റെ വീണ് കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കാനോ, എടുത്തുകൊണ്ടുപോയി ആശുപത്രി എത്തിക്കാനോ, വണ്ടി വിളിക്കാനോ, വെള്ളം കൊടുക്കാനോ, അതിനൊക്കെ ഒരു മടിയും കൂടാതെ, ഒരു ഭയം കൂടാതെ നേതൃത്വം നൽകാൻ കഴിയും. അങ്ങനെ നേതൃത്വ ഗുണമുള്ള ആളുകളെ വാർത്തെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും മറ്റുള്ളവൻ്റെ വേദന അറിയാവുന്ന, അവൻ്റെ പ്രയാസങ്ങൾ അറിയാവുന്ന, അവന് നന്മ ചെയ്യാൻ കഴിയുന്ന നല്ല നേതാക്കളെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടേതെങ്കിൽ. ഇപ്പോൾ തൃശ്ശൂരിൽ യുവജനോത്സവം സമാപിച്ചു. കേരള യുവജനോത്സവത്തിൽ പല മേഖലയിലുള്ള ആളുകൾക്ക് അവാർഡുകൾ കൊടുത്തു. എന്തുകൊണ്ട് നമുക്ക് നല്ല നേതൃഗുണമുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടാ? ഓരോ വിദ്യാലയങ്ങളിൽ അവിടുത്തെ അധ്യാപകർ കണ്ടെത്തുന്നു മറ്റുള്ളവൻ്റെ വേദന അറിയുന്ന ആ സമൂഹത്തിലെ ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ല സേവനങ്ങൾ ചെയ്യുന്ന, പരിസര ശുചീകരണം നടത്തുന്ന, രണ്ടു വാക്ക് നന്നായി പറയാൻ കഴിയുന്ന, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, കുട്ടികൾ, അവരെ സെലക്ട് ചെയ്യുന്നു. അവർ ചെറിയ അതായത് ഉപജില്ലാ തലത്തിൽ അവരെ അവിടെ സെലക്ട് ചെയ്യുന്നു. ഉപജില്ലാ തലത്തിൽ അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് ചില ടാസ്കുകൾ കൊടുത്ത് അതിൽ അവരുടെ മനോഭാവം ടെസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് നല്ലൊരു ആളെ തിരഞ്ഞെടുക്കുന്നു. നല്ല കുറച്ച് ആളുകൾ എ ഗ്രേഡ് കൊടുക്കുന്നു. അവരിൽ നിന്ന് ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അവർ സംസ്ഥാനത്തെത്തുന്നു. അങ്ങനെ സംസ്ഥാന തലത്തിൽ എത്തിച്ചേർന്ന നല്ല നേതൃഗുണമുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം അവാർഡ് കൊടുത്ത് അഭിനന്ദിക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല നേതൃഗുണം ഉള്ള ആളുകൾ വാർത്തെടുത്താൽ അവരേത് പ്രസ്ഥാനത്തിൽ പോയാലും, ഏത് സംഘടനയിൽ പോയാലും, ഏത് ജോലിക്ക് പോയാലും എല്ലാ സ്ഥലത്തും അതിൻ്റെ മികവുകൾ കാണിക്കില്ലേ? നല്ല കുറേ മനുഷ്യന്മാരെ, നേതാക്കളെ, ദീർഘവീക്ഷണമുള്ള ആളുകളെ, നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഗുണമുള്ള ആളുകളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയില്ലേ? എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല? നല്ല നേതാക്കളുണ്ടെങ്കിൽ നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ നല്ല നേതാക്കൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചാൽ അതിൽ നിന്ന് വരുന്ന നല്ല നേതാക്കൾ ഉണ്ടാവില്ലേ? ഈ ഗ്രീക്ക് ചിന്തകന്മാർ പറയുന്നത് ഒരു സമൂഹത്തിന് അർഹിക്കുന്ന നേതൃത്വമേ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നല്ല നേതാക്കളുണ്ടെങ്കിൽ നമ്മുടെ പൗരന്മാർക്ക് നല്ല ബോധം നൽകണം. അങ്ങനെ നല്ല ബോധം നൽകാൻ കഴിയുന്ന, സുബോധം ഉണ്ടാക്കാൻ കഴിയുന്ന, നല്ല സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. ഇപ്പോൾ ഈ പുതിയ തലമുറ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവരായിട്ട് വളർന്നു വരുന്നു. അതിനെ സൗകര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭരണാധികാരികളുടെ ചില സമീപനങ്ങൾ ഉണ്ടാകുന്നു. ആ സമീപനങ്ങൾ കാരണം നമ്മുടെ കുട്ടികൾ എല്ലാ നിലയിലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ യുവാക്കളുടെ ഇടയിൽ വളർന്നു വന്ന പല നേതാക്കളും അവരുടെ മോശമായ ശീലങ്ങൾ കൊണ്ട് രാഷ്ട്രീയ രംഗത്തുനിന്ന് തന്നെ അസ്തമിക്കാവുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ പരിശോധിച്ചാൽ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എല്ലാ മേഖലയിലും അവർ നാശത്തിൻ്റെ വാതിലുകൾ തുറക്കും. പല പിടിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ പറയുന്നത്, പിടിക്കപ്പെടാത്ത എത്രയോ യുവ നേതാക്കൾ സകല തിന്മകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ
നമ്മുടെ പൊതുസമൂഹം ഉണരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. കേരളത്തെ നമുക്ക് മാറ്റിമറിക്കാനും നന്മയിലേക്ക് നയിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.